നിങ്ങളുടെ ഡൈവേഴ്സിൽ ഈ ഷിയാസ് കരീമിന്റെ പേര് പറയാനുള്ള ഒരു കാരണം എന്താണ് എപ്പോഴും ചെയ്തത് ഈ ഒരു ഇഷ്യൂ മാത്രമാണ്? വേറൊരു ഇന്റർവ്യൂ സജനയുമായിട്ട് ഉള്ള ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു, താങ്കളുമായിട്ട് അതിനുള്ള മറുപടി പറയുന്നത് കേട്ടു. ഞാൻ കേട്ടതുകൊണ്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ഷിയാസ് കരീമിന്റെ പേര് വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലെ ഒരു ഇന്നസെന്റ് ആണ്, നിങ്ങൾ തന്നെ പറയുന്നു. ഫിറോസ് ഖാൻ ഇന്നസെന്റ് ആണ്, നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഷിയാസ് കരീമിനെ അറിയാം, നാളുകളായിട്ട് അറിയാം. അതെ, ഞാൻ പറയുന്നത് എൻഡ് ഓഫ് ദി ഡേ ലോകത്തെല്ലാവരും നല്ലവരാണ്, പലരും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. മനസ്സിലായി? നല്ലവരല്ലാത്തതായിട്ട് ആരുമില്ല, എല്ലാവരും ഓരോ തരത്തിൽ നല്ലവരാണ്. മനസ്സിലായി? ഈ തെറ്റിദ്ധരിക്കപ്പെടലാണ് പലതും ഉണ്ടാവുന്നത്. മിക്ക ഇതിലിപ്പം സജിനെ ഞാനും ഡിവോഴ്സ് ആയെങ്കിൽ പോലും സജിന ചീത്തയാണെന്ന് ഞാൻ ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. സജിനയും പറഞ്ഞിട്ടില്ല. സജിന തിരിച്ചും പറഞ്ഞിട്ടില്ല. ഇന്നും ഫിറോസ് ഖാൻ തന്നെ പറയുന്നത്. അതെ. അപ്പോ ഇത് ഞാൻ പറയുന്നത് ഈ ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയോ വാട്ടോർ മേ ബി ആരായാലും അത് അവർ ചീത്തയെന്നല്ല അതിനർത്ഥം. പക്ഷെ ഒരു പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ അവർ പെരുമാറുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന സ്റ്റാൻഡ് മോശമാണ്. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലെടുത്ത പുള്ളിയുടെ സ്റ്റാൻഡിലാണ് എന്റെ 2-3 വർക്കുകൾ പോയി കിട്ടിയത്. എനിക്ക് എന്റെ കുഞ്ഞിനോണ്ട് കൊടുക്കാനുള്ള ഒരു ഭക്ഷണത്തിന്റെ ഭാഗം അദ്ദേഹം ഇല്ലാതാക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമില്ല. നിങ്ങൾ വിളിച്ചു ചോദിച്ചു, വിളിച്ചും ചോദിച്ചു. അത് ജെന്യൂൻ ആയതുകൊണ്ടല്ലോ വിളിച്ചു ചോദിക്കുന്നത്. അത് വെച്ച് മനസ്സിൽ പെരുമാറുകയല്ല. ഒരിക്കൽ ഞാനിതൊന്നും മനസ്സിൽ ഈ ഒരു വിഷമം ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം ഇപ്പോഴും ഞാൻ ഒരിക്കലും ഇപ്പൊ ഷിയാസിന്റെ ഇപ്പൊ എന്റെ കൂടെ വേറെ വർക്ക് വന്നു, അപ്പൊ ഞാനാണ് അവിടെ ഒരു പ്രയോറിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഷിയാസിനെ ഞാൻ വിളിക്കാനേ പറയും. എന്റെ അടുത്തൊരു ഡയറക്ടർ ചോദിക്കണം ഷിയാസ് വരുന്നതിന് കുഴപ്പമുണ്ട്, എന്റെ അത്രയും ഫേവർ ആയിട്ടുള്ള ഒരാളായിരിക്കും പറയുന്നത്, വേണമെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, അദ്ദേഹത്തിന് പറ്റിയാണെങ്കിൽ നിങ്ങൾ വിളിക്കൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും നമ്മൾ വേറൊരാളുടെ കഞ്ഞിയിൽ പാറ്റിയിടില്ല. കാരണം അതാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. അതാണ്. ഫിറോസിന്റെ ജീവിതത്തില് ഇപ്പൊ ഏറ്റവും സങ്കടം ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതൊക്കെ ഒരു വഴിക്ക് പോകുന്നു, വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരുമ്പോ ഒരു സങ്കടം ഒരു സങ്കടം പിന്നെ എല്ലാം ഓവർകം ചെയ്യും. പിന്നെ എനിക്കറിയാം ലോകത്ത് എല്ലാ മനുഷ്യരും എത്ര നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യർ ഒരിക്കലെങ്കിലും നമ്മളെ വേദനിപ്പിക്കാതെ കടന്നു പോകില്ല. ഈവൻ നമ്മളെ പേരൻസ് തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഹൈദർജിയുടെ ലൈഫ് ഉൾപ്പെടെ ഞാൻ പറയാം, കാണുന്ന പ്രേക്ഷകരുടെ ലൈഫ് ഉൾപ്പെടെ പറയണം, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികളും. ഈ സ്നേഹത്തിന്റെ കാര്യം വേറെ സംഭവമുണ്ട്. സ്നേഹിക്കപ്പെടാത്തവരും, അതായത് നമ്മളെ സ്നേഹിക്കാത്തവരും നമ്മളെ വേദനിപ്പിക്കും. സ്നേഹവും വേദനയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മൾക്കിപ്പം സ്നേഹം തരാത്ത വ്യക്തികളുണ്ടല്ലോ, നമ്മുടെ സറൗണ്ടിൽ ഇല്ലാത്ത വ്യക്തികൾ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഈ സ്നേഹിക്കുന്നവരും നമ്മളെ മാക്സിമം നമ്മളെ ഒരു പ്രാവശ്യങ്ങളും വേദനിപ്പിക്കാതെ പോവില്ല. പേരൻസ് പോലും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മളെ പേരൻസ് ആണ്. മനസ്സിലായി? ഇപ്പോഴുള്ള പേരൻസിനെ ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ഈ പബ്ബ് പേരൻസ് ആണ് കഴിവ്. ഞാൻ എറണാകുളത്ത് വന്നിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ അത്യാവശ്യം ചില വീക്കെൻഡിലൊക്കെ പബ്ബിൽ പോകാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നത്, ഈ അടുത്തിടയ്ക്ക് ഒരു ഫാമിലി ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞതെന്ന് പറയുന്നത് മക്കള് ഉള്ളതാണ്, കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടികളെ അപ്പോൾ ആരെ ഏൽപ്പിച്ചു? അത് ഒന്നിന് ഒരു വയസ്സോ സംതിങ്ങേ ഉള്ളൂ. അതിന് ആരെ ഏൽപ്പിച്ചു? അപ്പൊ മൂത്ത 6 വയസ്സുള്ള കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വന്നതാണെന്ന് രാത്രി ഏൽപ്പിച്ചിട്ട് വന്നതാണെന്ന് രാത്രി 9 മണിക്ക് പബ്ബിൽ പോകുമ്പോൾ 12 മണിയാവും. ഒരമ്മ പറയുകയാണ്, അച്ഛനും ഉണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെയുള്ള പേരൻസിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള പേരൻസിന് കുട്ടികളുടെ ഒരു അറ്റാച്ച്മെന്റും കാണത്തില്ല. നമ്മളെയൊന്നും ഒരിക്കലും നമ്മളെ മാതാപിതാക്കൾ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടൊന്നും ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. മനസ്സിലായി? അത് ഞാൻ പറഞ്ഞ അത്തരം പേരൻസിനെ അല്ല, കുറച്ചുകൂടെ മാറിയുള്ള എല്ലാവരും അങ്ങനെ അന്നല്ലേ, എല്ലാവരും അങ്ങനെ നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഉള്ളവർ ഈ ജനറേഷനിലുണ്ട്. അത് ഈ ജനറേഷനിലേ ഉള്ളു അങ്ങനെയുള്ളവർ. പഴയ ജനറേഷൻ ഒരിക്കലും ഇങ്ങനെയുള്ളവർ കാണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ അത്രയും നമ്മൾ സ്നേഹിക്കുന്ന പേരൻസ് പോലും ഒരിക്കലെങ്കിലും നമ്മളെ വേദനിപ്പിക്കും. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.